ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് 5/5 പോർട്ടലാണ്. മെയ് മാസം 5-ാം തീയതി, 5-ാമത്തെ മാസം. അപ്പോൾ ഇങ്ങനെയൊരു നമ്പർ വരുമ്പോൾ കൂടുതലായിട്ട് എനർജി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ എനർജിയിൽ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ചില ഗിഫ്റ്റുകൾ വരാമല്ലോ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈൽ, ഇതാണ് ബേഡ്. കണ്ടോ, കാണാമെന്ന് വിശ്വസിക്കുന്നു. ബേഡ്. ഇത് സെക്കൻഡ് പൈൽ, ഇതാണ് ഒരാളിൻ്റെ മുഖമാണ്, ഒരു മനുഷ്യൻ്റെ മുഖമാണ്. ഫസ്റ്റ് ഒരു ബേഡാണ്, ഒരു പക്ഷിയുടെ പിക്ചറാണ്. സെക്കൻഡ് ഒരു മനുഷ്യൻ്റെ പിക്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 1, 2 എന്ന് നമ്പറുകളായാലും മതി. ന്യൂമറോളജി അനുസരിച്ച് വേണമെങ്കിൽ അതും എടുക്കാമല്ലോ. അപ്പോൾ ഇതാണ് കാണാമല്ലോ അല്ലേ. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. സെലക്ട് ചെയ്തോ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് തുടങ്ങുന്നത്. കണ്ടല്ലോ, ഫസ്റ്റ് ഇതാണ്. സെക്കൻഡ് ഇതാണ്. ഞാൻ വീണ്ടും കാണിക്കുന്ന, കഴിഞ്ഞതിൽ പിന്നെ ഒരു കമൻറ്റ് വന്നായിരുന്നു, ശരിക്കും പൈല് കാണാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, ലൈക്ക് ചെയ്തിട്ടുള്ള, കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ഷെയർ ചെയ്തിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത ഫസ്റ്റ് പൈലുകാരുടെ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ജനറലാണ്. പൈലുകൾ സെലക്ട് ചെയ്താലും വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അത് വരുന്നില്ല, ഇത് വരുന്നില്ല എന്നൊന്നും പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം നിങ്ങൾക്ക് അർഹതയുണ്ടോ, നിങ്ങൾക്ക് സമയമായോ, അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. പിന്നെ വീഡിയോ നല്ല പോസിറ്റീവ് എനർജി തരും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരമെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും. അത് തന്നെ ഒരു വലിയ ആശ്വാസമല്ലേ, വലിയൊരു സന്തോഷമല്ലേ അത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. അപ്പോൾ ഇവിടെ നോക്കാം. ഞാൻ കുറച്ച് കാർഡ്സൊക്കെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് ടാരോ കാർഡ്സ്, കുറച്ച് ഒറക്കിൾ കാർഡ്സ്, കുറച്ച് ഫോർച്യൂൺ കാർഡ്സ്, 5-6 വീതം. ഇവിടെ ഡിസെപ്ഷൻ ആൻഡ് എൻവിയാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, ഇൻറ്റ്യൂഷൻ, ബാലൻസ്, rejoice and celebration, fertility. ഇവിടെ 2 of cups ആണ്. the chariot, the 6 of wands, temperance, 8 of cups, wheel of fortune, 6 of swords. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫോർച്യൂൺ കാർഡ്സാണ്. ക്ലോ വന്നിട്ടുണ്ട്, പിൻ വന്നിട്ടുണ്ട്, പാരറ്റ്, ബീറ്റിൽ,
ഹർട്ട്, മൂൺ, ഓൾ, ലാഡർ, ലൈറ്റ്നിങ്, ത്രോൺ. ഇതൊക്കെയാണ് നിങ്ങളുടെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ശ്വാസം മുട്ടി കഴിയുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ശ്വാസം മുട്ടി കഴിയുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദം, ഒരു ശ്വാസം മുട്ടൽ, വല്ലാത്തൊരു ശ്വാസം മുട്ടൽ, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയുള്ള ചിന്തകളാണ്. രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ശ്വാസം മുട്ടലിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ. അതായത് ഒരു കാര്യത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു മൂഡില്ലാത്ത അവസ്ഥ, എന്ത് ചെയ്താലും അതിലൊന്നും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ. എങ്ങനെയാണ് ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത്, എന്താണ് എന്നിലേക്ക് വരുന്നത്, എൻ്റെ ഈ ദുഃഖത്തിന് കാരണം എന്താണ്, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സമയം കളയുന്ന ഒരു എനർജി ഉണ്ട് പലർക്കും. അപ്പോൾ ഇവിടെ പലരും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നെഗറ്റീവായ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട് തന്നെ നെഗറ്റീവായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്നതാവാം. വീട് നെഗറ്റീവുള്ള എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വന്ന് കയറുക, അപ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുക. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എനർജി നെഗറ്റീവായിട്ട് തോന്നുക, അവിടെ തന്നെ ജോലി ചെയ്യാനൊരു വലിയ ബുദ്ധിമുട്ട് പോലെ തോന്നുക, വേണ്ടായിരുന്നു ഈ ജോലിയിലേക്ക് എനിക്ക് വരേണ്ട, ഒരു ശകലം പോലും മനസ്സില്ല, ജോലിയിലേക്ക് തുടർന്ന് പോകാൻ ഒരു മനസ്സില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കൂടുതലും. അതുപോലെ തന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നെഗറ്റീവായ ദൃഷ്ടി നിങ്ങളിലേക്ക് പതിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിൽ കഴിയുന്നു, മറ്റുള്ളവർക്ക് ചിലർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല, ചിലർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ചില ആൾക്കാരുണ്ട് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് വലിയ ഇഷ്ടമാണ്, അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജോലി സ്ഥലത്തും ചില നെഗറ്റീവ് എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. കൂടെ നടന്നാൽ പോലും അവരുടെ ഒരു ഉയർച്ചയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ അങ്ങ് തീർത്തും ഇവിടെ അങ്ങ് വയ്യാത്ത ഒരവസ്ഥ വരും, അങ്ങ് അസൂയ നിറഞ്ഞ ദൃഷ്ടികളായിരിക്കും പിന്നെ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ചിലരുടെ എനർജി ഉണ്ട്. അത്തരത്തിലുള്ള നോട്ടങ്ങളെ നേരിട്ട് കഴിയുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അസൂയ നിറഞ്ഞ ദൃഷ്ടി പതിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് ചിലർക്കിവിടെ ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നല്ല ഇൻറ്റ്യൂഷൻ, അതായത് അവരവരുടേതായ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നു, ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് ജീവിതത്തിലേക്ക് നല്ല ഉയർച്ചയ്ക്ക് പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുപോലെ ഇവിടെ ചിലർക്ക് ലൈഫ് തന്നെ ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥ, ബാലൻസായിട്ട് വരാത്ത ഒരവസ്ഥയെന്ന് പറയുമ്പോൾ ഒന്നും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് റിലേഷൻഷിപ്പിലെ പ്രശ്നമാണ്. അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി തിരിച്ച് ഇങ്ങോട്ട് വളരെയധികം നെഗറ്റീവായിട്ടാണ്, ഓപ്പോസിറ്റ് സൈഡാണ്. രണ്ടുപേരും വലിയ എതിരാളികളെ പോലെയാണ്, ശത്രുക്കളെ പോലെ പെരുമാറുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട്. റിലേഷൻഷിപ്പിലെ പ്രശ്നമാണത്. അങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറുമ്പോൾ എന്താണ്, ഒരാളിനെ സമ്മതിക്കാൻ വയ്യാത്ത ഒരവസ്ഥ. ഒരാൾക്ക് ചിലപ്പോൾ ഈഗോ നിമിത്തം എപ്പോഴും ഇങ്ങനെ ഞാൻ വലുത്, എപ്പോഴും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ പെരുമാറുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇവിടെ ചില ആൾക്കാരുടെ ജീവിതശൈലി തന്നെ. അപ്പോൾ അവിടെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒത്തുചേരാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരാൾ ഇവിടുന്ന് എനിക്കിനി ഇത് വേണ്ടേ, ഞാൻ എങ്ങനെയെങ്കിലും എനിക്കിനി ഒറ്റയ്ക്കങ്ങ് ജീവിച്ചാൽ മതി എന്ന് തോന്നുന്ന അവസ്ഥ. ഇദ്ദേഹത്തെ കൊണ്ട് ഞാൻ മടുത്തു, എനിക്ക് ഈ ഒരു ജീവിതം എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് നിരാശ, സന്തോഷം എന്നത് എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ. അങ്ങനെ എന്നും എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്താലും അത് കുറ്റം, അവരുടെ വീട്ടുകാരും കുറ്റം പറയുന്നു, എപ്പോഴും ആർക്കും ഒരു തൃപ്തിയില്ലാത്ത ഒരു സ്വഭാവമാണ് എൻ്റേത്, എന്നിൽ എപ്പോഴും കുറ്റം ആരോപിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരുടെ എനർജി ഇവിടെയുണ്ട്.
അങ്ങനെ വരുമ്പോൾ പലരും ഇവിടെ നിന്നും സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടി ഇവിടെ നിന്നും വിട്ടുപോവുകയാണ്. അവരവരുടെ ലൈഫിൽ നിന്നും വിട്ടുപോകുന്ന എനർജി ഇവിടെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ വിട്ടുപോകുന്ന എനർജി, നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ചില ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ വിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നതായിട്ടും എനർജി ഇവിടെയുണ്ട്. ഒന്നുകിൽ അവർ വേറെ തേർഡ് പാർട്ടിയുടെ കൂടെ പോവുകയാവാം, അല്ലെങ്കിൽ സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടി പോകുന്ന എനർജി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആരെയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ കാത്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോവുക എന്നിവിടെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോലി നിങ്ങൾക്ക് സ്വയം താങ്ങാൻ പറ്റാത്തതാവാം. ലൈഫായാലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആയാലും നല്ല രീതിയിൽ അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. രണ്ടുപേരും കൂടി അതിന് വ്യക്തമായ തീരുമാനങ്ങളെടുത്ത് യോജിച്ച് പോയി എങ്കിൽ മാത്രം, ഒരാൾ പറയുന്നത് മറ്റൊരാൾ അനുസരിച്ചു, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം പറയുന്നതിന് അംഗീകരിക്കുകയാണ്, വില കൊടുക്കണം, ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്തുള്ള ജീവിതം, അതാണ് ഇവിടെ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ജോലിസ്ഥലത്തായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അത് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ, നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, രണ്ടുപേരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആർക്കേഞ്ചൽ റാഫേലിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. കാരണം അവർ ഇതിനിടയ്ക്ക് നിന്ന് പരസ്പരം നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കിത് വേർപെടാൻ സാധിക്കാത്ത ഒരു ബന്ധമായി നിലനിൽക്കും. അപ്പോൾ അത് ബിസിനസ് കാര്യങ്ങളിലായാലും ജോബിൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിലായാലും ഈ ബന്ധത്തെ പരസ്പരം ഊട്ടി ഉറപ്പിച്ച് തന്നെ നിർത്തും, ഇത്തരത്തിലുള്ള സഹകരണം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ പോകണം എന്നിവിടെ പറയുന്നുണ്ട്. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ലൈഫിലായാലും എവിടെയായാലും സക്സസ് ആണ് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വളരെയധികം സക്സസ് ലഭിക്കുന്ന എനർജിയുണ്ട്, ചാരിയട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു വിക്ടറി സക്സസ് വരുന്നുണ്ട്. അതുപോലെ കരിയർ ലൈഫിൽ നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള സഹകരണത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം വിജയമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. അതുപോലെ ഒരുപാട് ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് ചൂട് സഹിച്ച്, അല്ല എങ്കിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ച്, ദുഃഖം അനുഭവിച്ച് ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് രക്ഷപ്പെട്ടു വരുന്ന എനർജി ഇവിടെ ഉണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. കാരണം ഇവിടെ എന്താണ്? ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖ ഇവിടെ നിങ്ങൾക്ക് വേണ്ട സൗഭാഗ്യങ്ങൾ തരുന്നുണ്ട്. നിങ്ങളെ ബാലൻസ് ചെയ്ത് പോകാൻ അവരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആർക്കേഞ്ചൽ റാഫേലിൻ്റെയും ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയുടെയും ഇവിടെ മാലാഖയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, ഈ ബ്ലെസ്സിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഫെമിനിൻ എനർജിയാണ് ഇവിടെ കാണുന്നത് ഗബ്രിയേൽ മാലാഖയ്ക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ലൈഫ് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും ലൈഫ് ബാലൻസായി, ഏത് കാര്യത്തിലും ലൈഫ് ബാലൻസായി മുന്നോട്ട് പോകും. ബുദ്ധിപരമായ ചില ജോലിക്കാര്യങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിനായിട്ട്, അല്ലെങ്കിൽ പഠിക്കാൻ കോഴ്സുകൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെയും നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെയും ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ന് കാണുന്നുണ്ട്. ഇവിടെ തന്നെയുമല്ല, ഇവിടെ നല്ലൊരു മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഒരു മാറ്റത്തിന് ഈ പ്രകൃതി തന്നെ, ഈ പ്രപഞ്ചം തന്നെ ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വാധീനം നിങ്ങളിലും ഉണ്ട്. നിങ്ങൾക്കും അതനുസരിച്ച് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട് പലർക്കും, കണ്ടില്ലേ? ഈ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നതോടുകൂടി നിങ്ങൾക്ക് എന്താണ് ഇവിടെ? പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, ക്ഷമയോടുകൂടി ജീവിത വിജയത്തിനുള്ള എന്ത് കാര്യമാണോ അതിനെ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് നിങ്ങൾക്കൊരു ഉയർച്ച വേണമല്ലോ. നിങ്ങളുടെ ജീവിത വിജയത്തിന് നിങ്ങൾക്ക് ഉയർച്ച വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്കാര്യത്തിലാവാം, അല്ലെങ്കിൽ ചില ബന്ധങ്ങളിലാവാം,
ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒരു ജീവിതമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഈ വിജയത്തിലേക്ക് വേണ്ടി സമാധാനപരമായി പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. പലരും അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർ ഉണ്ടായിരിക്കാം. അത്രയും എനർജി പലർക്കും ഇവിടെ കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്താണ്, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി വർദ്ധിക്കുന്നതാണ്. മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭൗതികപരമായും ആത്മീയപരമായുമുള്ള ഐശ്വര്യം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേർക്ക്. അതുവഴി ഇവിടെ റിജോയ്സ് ആൻഡ് സെലിബ്രേഷനാണ്, കണ്ടില്ലേ? അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകുന്നു. നിങ്ങൾക്ക് മാനസികമായ സന്തോഷവും മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റിയും വർദ്ധിക്കുമ്പോൾ തന്നെയും നിങ്ങൾക്ക് റിജോയ്സ് ആൻഡ് സെലിബ്രേഷനുള്ള അവസരമുണ്ടാകുന്നു. ആഘോഷവേളകളിൽ പങ്കെടുക്കാനുള്ള അവസരം നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെയോ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് ഒന്ന് മാറി മറിയുക തന്നെ ചെയ്യും. കാരണം ഇവിടെ ചിലരൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യം, ചിലർക്ക് വാഹനം വാങ്ങിക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു, വീട് വാങ്ങിക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോബ് കിട്ടാൻ, പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത, ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യത, കോംപ്രമൈസ് ചെയ്ത് പുതിയ ലൈഫിലേക്ക് പോകാനും ആഗ്രഹിച്ചിരിക്കുന്ന പങ്കാളി എത്തിച്ചേരാനും അവരുമായിട്ട് മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്നു. അതിവിടെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കരിയർ ലൈഫിൽ ഒരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. നല്ലൊരു മാറ്റം, നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നു. അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ ജീവിതം അടിമുടി മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചിരിക്കാത്ത പല സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ ഫോർച്യൂൺ കാർഡ്സ് എടുത്തതിൽ ക്ലോയാണ്. ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് റിസ്ക് എടുത്ത് ഒന്നും ചെയ്യരുത് ഇപ്പോൾ. മനസ്സിലായില്ലേ? ഒരുപാട് റിസ്ക് എടുത്തിപ്പോൾ ഒന്നും ചെയ്യേണ്ട, വളരെയധികം ശ്രദ്ധിച്ച് ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ്. ഇവിടെ ത്രോണാണ് വന്നിരിക്കുന്നത്. പൊസിഷൻ ഓഫ് അതോറിറ്റി, കണ്ടില്ലേ? നിങ്ങൾക്കൊരു അതോറിറ്റി പവർ കൈവരാൻ പോകുന്നുണ്ട്. അംഗീകാരം, പദവി, അധികാര പദവിയിലേറാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സത്യമല്ല, കണ്ടില്ലേ? പെട്ടെന്ന് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ഇതാണ്. അപ്പോൾ പൊസിഷൻ ഓഫ് അതോറിറ്റി ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ലൈറ്റനിങ് ആണ്. കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. അപ്പോൾ നിങ്ങളുടെ ദേഷ്യത്തെ, പെട്ടെന്ന് വരുന്ന ദേഷ്യം കൊണ്ട് പലരും പല കയ്യാങ്കളിക്കും മുതിരും. എന്തിനാണ്? അപ്പോൾ ഈ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായ യാതൊരു അവസരവും വരുന്നില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യം വരികയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങൾ നിയന്ത്രിക്കുക തന്നെ വേണം. അതുവഴി നിങ്ങൾക്ക് സക്സസ്സാണ് ലഭിക്കാൻ പോകുന്നത്. ഇനി ലാഡർ ഏണി, ക്ലൈംബിംഗ് ടുവേർഡ് സക്സസ്. കണ്ടില്ലേ? നിങ്ങളിവിടെ സക്സസ്സിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. മുന്നോട്ട് പടിപടിയായി സക്സസ്സിലേക്ക് കയറുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, വരും. അതുപോലെ ഔളാണ്. ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ. നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാതെ നിങ്ങൾക്ക് ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ, നല്ല ഒരു ബുദ്ധിയുള്ള വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ലൈഫ് സക്സസ്സിലേക്ക് പോകുന്നതാണ് എന്ന്. മൂൺ, കണ്ടില്ലേ? ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ചേഞ്ച് വരാൻ പോകുന്നു. ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ്. ഹേർട്ടാണ്, കണ്ടില്ലേ? ഹൃദയത്തിൽ നിന്നും ഒരുപാട് സ്നേഹം വരുന്നു, നല്ല ശ്രദ്ധ കിട്ടുന്നുണ്ട്. നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യാൻ കഴിയുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു. ബീറ്റിൽ, ഗുഡ് ഫോർച്യൂൺ, നല്ല ഭാഗ്യമുള്ള ദിവസങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പാരറ്റാണ്. ഇവിടെ സമ്മൺ വിൽ ഗോസിപ്പ് എബൌട്ട് ആൾ യുവർ സീക്രട്സ്. കണ്ടില്ലേ? ആരോട് നിങ്ങൾ നിങ്ങളുടെ രഹസ്യത്തെക്കുറിച്ച് പറയാൻ പാടില്ല. അഥവാ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആരോ നിങ്ങളുടെ രഹസ്യത്തെ ചോർത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം. പിന്നാണ് ന്യൂ ജോബ് ഓർ കരിയർ. പുതിയൊരു ജോലിക്ക് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ വിധത്തിലുള്ള സക്സസ്സും നിങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നത് ഈ ബേഡ
കണ്ടില്ലേ? ഇവിടെ എന്താണ് പറയുന്നത്? ന്യൂ ബിഗിനിങ് ആണ്. കണ്ടില്ലേ? എ ന്യൂ അഡ്വഞ്ചർ അവൈറ്റ്സ്, എംബ്രേസ് ഇറ്റ് ആൻഡ് ലീവ് യുവർ ഡ്രീംസ് പാഷനേറ്റ്ലി. ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. സാഹസികമായ ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അവിടെ നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങളെ വളരെ ആവേശകരമായി സാക്ഷാത്കരിക്കാൻ ശ്രമിക്കൂ. കണ്ടില്ലേ? നിങ്ങൾ വിചാരിച്ചാലേ അത് നടക്കൂ. ഒരുപാട് ആവേശകരമായ എനർജിയാണ് നിങ്ങൾക്ക്, അല്ലേ? അപ്പോൾ ഈ സ്വപ്നങ്ങളെ നിങ്ങൾ ആവേശകരമായി നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. പുതിയൊരു ബിഗിനിങ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയൊരു തുടക്കം, നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നു. അതുതന്നെയാണല്ലോ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരുന്നത് എന്താണ്? നിങ്ങൾ ഇതാണ്, അല്ലേ? ഈ ഒരു പിക്ചറാണ് രണ്ടാമത്തെ പൈൽ നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നത്. ഇത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ അതോറിറ്റി ഉണ്ട്, ലൈറ്റ് ഉണ്ട്, പിന്നെ മെൻ്റൽ കോൺഫ്ലിക്റ്റ്, റെസ്റ്റ് ആൻഡ് റെജുവിനേറ്റ്, സാക്രിഫൈസ്, ദ വെയിറ്റിംഗ് ഗെയിം, ദ ഹാർമണി, judgment, page of pentacles, ace of cups, the emperor, nine of pentacles, four of cups, six of wands, the pail, the mountain road, angel, clouds, sun, marriage, career, star, tower, purse. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ പലരും മെൻ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മാനസികമായ സമ്മർദ്ദം. അതില്ലാത്ത ജീവിതമില്ലല്ലോ പിന്നെ, അല്ലേ? അപ്പോൾ പല കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനും എല്ലാം മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ്. എന്നാൽ വിട്ടുകളയുകയല്ല, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ അങ്ങ് അനുഭവിച്ചോളുക, അല്ലേ? ആവശ്യമില്ലാതെ അങ്ങ് അനുഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് നോക്കാൻ പുറത്തേക്ക് വരുമോ എന്ന്. ഇവിടെ കണ്ടില്ലേ ഫോർ ഓഫ് കപ്സ്. ഇവിടെ അത് തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് കൂടുതലായിട്ടും നിരാശ അനുഭവിക്കുന്നു. പിരിഞ്ഞുപോയ പാർട്ണർ വന്നില്ല, ആരെയോ കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ. ആരെയോ കാത്തിരിക്കുക, അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി. കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ആർക്ക് വേണ്ടിയോ കാത്തിരിക്കുന്ന എനർജി ഇവിടെയുണ്ട്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതായിട്ടും അല്ല എങ്കിൽ ഇവിടെ മാനസിക സമ്മർദ്ദം അനുഭവിച്ച ഒരുപാട് വിഷമങ്ങളിലേക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി ഒരു പുതിയൊരു ജന്മത്തിലേക്ക്, ഇവിടെ ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് പുതിയൊരു ജന്മത്തിലേക്ക് പോകുന്ന എനർജി ഇവിടെയുണ്ട്. മെൻ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നു. ഇവിടെ മാനസികമായ സമ്മർദ്ദത്തിൽ നിന്ന് ഇവിടെ പുതിയൊരു ജന്മത്തിലേക്ക് പോകുന്ന എനർജി ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കർമ്മനിമിത്തം, കർമ്മയെന്ന് പറയുന്നത് ഉണ്ടല്ലോ, അത് ഫേക്കല്ല, റിയലാണ് കർമ്മയെന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ട്, അങ്ങനെ ഒരു സാധനമുണ്ട്. കഴിഞ്ഞ ജന്മം നിങ്ങൾ അനുഭവിച്ചതിൻ്റെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ ഈ ജന്മം അനുഭവിക്കുന്നു. അതാണ് കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ നല്ല ഒരു ലൈഫായിരുന്നു, പക്ഷെ മറ്റുള്ളവർ ഇടപെട്ട് അതിനെ നിങ്ങൾ നശിപ്പിച്ചു. നിങ്ങൾക്കും നിങ്ങളുടേതായ ബുദ്ധിമോശം കൊണ്ട് നിങ്ങൾക്കും പല വിധത്തിലുള്ള പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതിനായിട്ട് നിങ്ങൾ ദൈവത്തെ കൂട്ടുപിടിച്ച് സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കുറേ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് നല്ലൊരു ജന്മം തരുമോ. അങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥന നിമിത്തം നിങ്ങൾക്ക്
കുറേശ്ശെ നിങ്ങളുടെ കർമ്മ ഒടുങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒടുങ്ങി മുന്നോട്ട് വന്ന് വളരെ നല്ല ഒരു ലൈഫിലേക്ക് വരുന്നു, എല്ലാ വിധത്തിലുള്ള സമൃദ്ധിയും നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പലരും ഇവിടെ റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റ് കണ്ടില്ലേ, റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ഇവിടെ എനിക്കൊരു പ്രോഗ്രസ് വരും, എൻ്റെ ലൈഫിനൊരു പ്രോഗ്രസ് വരും. എന്നാൽ കുറച്ച് പേരൊക്കെ ചിലരൊക്കെ ഇതിനെ ഒന്ന് ക്ഷമിച്ച് മാറിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാൽ ഒന്ന് റെസ്റ്റ് എടുക്കാം, കുറച്ച് ദിവസം ഇനി ഞാൻ മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും തളിർത്ത് ശക്തിയേറി വരികയാണ്. ശക്തി പ്രാപിച്ച് വരും, പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾ കൂടുതൽ ശക്തരായി മുന്നോട്ട് വരുന്ന എനർജി ഇവിടെയുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ ആ പ്രകാശം കാണാൻ തുടങ്ങും. ഇവിടെ സാക്രിഫൈസ് പറഞ്ഞിട്ടുണ്ട്. സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നേടണമെങ്കിൽ മറ്റൊന്നിനെ ത്യജിച്ചേ പറ്റൂ. ത്യാഗം ചെയ്യണം, ത്യാഗമനോഭാവമുള്ളവരാകണം. ഏത് കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ടേറിയ പല സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ ഒരു ത്യാഗം ചെയ്താൽ മതി. ആ ത്യാഗത്തിലൂടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും. കാരണം അത് യൂണിവേഴ്സ് അത് കാണും. നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് മാർക്കിടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സ് കാണുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. ആര്? ദൈവം തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സക്സസ്സിലേക്ക്, നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. അത് വഴി കണ്ടില്ല, നിങ്ങളിവിടെ ലൈറ്റ് കാണാൻ തുടങ്ങി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശം നിങ്ങൾ കാണാൻ തുടങ്ങി. രണ്ടാമതൊരു ലൈഫിലേക്ക് പോകാനും സമൃദ്ധിയിലേക്ക് പോകാനുമുള്ള അവസരം ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും എന്താണ്, ഇതിനൊരു വെയിറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്കിവിടെ അതോറിറ്റി പവർ കൈവരാൻ പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ മതിയാവും. ആരുടെയെങ്കിലും അഡ്വൈസ് നിങ്ങൾക്ക് സ്വീകരിക്കണമോ അത് സ്വീകരിച്ച് നിങ്ങൾക്ക് എന്താണ്, വെയിറ്റിംഗ് ഗെയിമാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ സമയം തീർന്ന് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു അധികാര പദവി ലഭിക്കാൻ പോകുന്നുണ്ട്. സമൂഹത്തിലൊക്കെ നല്ല വിലയും നിലയും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ അധികാരഭാവത്തിൽ കാണാൻ തുടങ്ങുന്നു. ഒരു നല്ല ആൾ, നല്ല വ്യക്തിയായിട്ട് നിങ്ങളെ കാണാൻ തുടങ്ങുന്നു. നിങ്ങളുടെ അഡ്വൈസ് സ്വീകരിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ദ എംപറർ വന്നിരിക്കുന്നു. കണ്ടില്ലേ, ഇത് രണ്ടും ഒരേ മീനിങ് ആണ്. അതോറിറ്റിയും അതുപോലെ ദ എംപററും. 4 എന്നുള്ള നമ്പറാണ്. 4 എന്നുള്ള നമ്പർ പലർക്കും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള അവസരം, അതുപോലെ പെർമനൻ്റായ ജോബ് അതുവരെ പെർമനൻ്റ് ആയിട്ടില്ല എങ്കിൽ ഇനി പെർമനൻ്റ് ആവാൻ പോകുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏത് തരത്തിലുള്ള വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് സോൾ കണക്ഷൻ ഉള്ള വ്യക്തിയാണത്. ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പിരിഞ്ഞു പോയവരാവാം, അവർ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഹാർമോണിയാണ്. ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം ഇവിടെയുണ്ട്. കണ്ടില്ലേ, അതുപോലെ നല്ല ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. ജഡ്ജ്മെൻറ്റ് കണ്ടില്ലേ, ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും, സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സാമ്പത്തികം വരുന്നുണ്ട്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത, ഗവൺമെൻറ് ജോബ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലാതെയും ഉണ്ട്, ശമ്പളം ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ നിങ്ങളുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആവാൻ തുടങ്ങുന്നു. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി നിലനിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കും. കാരണം നിങ്ങളിപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ ആയി കുറച്ച് നല്ല എനർജി നിങ്ങളിലേക്ക്, പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആകെ ഒരു നല്ലൊരു ചേഞ്ച് വരും. അപ്പോൾ തന്നെ നിങ്ങളുടെ മൂഡൊന്ന് മാറിയിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ യോഗ ചെയ്യാം, അങ്ങനെയൊക്കെ ഹെൽത്ത് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അങ്ങനെ വരുമ്പോൾ നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയോ പുതിയ ഓഫറുകൾ, സാമ്പത്തികമായ ചില ഓഫറുകളൊക്കെ വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ചെറിയ ചില ജോലികൾ പുതിയതായിട്ട് ലഭിക്കാനോ അല്ലെങ്കിൽ കിട്ടാതിരുന്ന സാമ്പത്തികം ലഭിക്കാനോ ഒക്കെയുമുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. കരിയർ ലൈഫിലും അതുപോലെ തന്നെ സക്സസ് ആണ് കാണുന്നത്. പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് മാറണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അതിനുള്ള സാധ്യത ഇവിടെ വരുന്നുണ്ട്. ഇതുവരെയും ജോലി ചെയ്തതിൻ്റെ ശമ്പളം കിട്ടാതെ നോക്കിയിരിക്കുന്നവർക്ക് അതും ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ, പുതിയ ജോലി തുടങ്ങാനും വീട്ടിലായാൽ തന്നെ ബിസിനസ്സുകൾ തുടങ്ങാനും നിങ്ങൾ ഒരുപാട് പേർ സൗന്ദര്യമുള്ളവരാണെന്ന് കാണുന്നുണ്ട്, നല്ല വ്യക്തിത്വമുള്ളവരാണെന്നും കാണുന്നുണ്ട്.
ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. അത് നിമിത്തം നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. സാമ്പത്തികത്തിൻ്റെ വർധനവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ടവറാണ്. ടവർ വന്നിട്ട് പറയുന്നത് സോളിഡ് ഫൗണ്ടേഷൻ സക്സസ് വിത്ത് എഫേർട്ട്. കണ്ടില്ലേ, നിങ്ങളുടെ ഈ എഫേർട്ടിനനുസരിച്ചുള്ള സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നല്ലൊരു ഫൗണ്ടേഷൻ. കണ്ടില്ലേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അതോറിറ്റി പവർ നിങ്ങളിലേക്ക് കൈവരുന്നുണ്ട്, സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്ന്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. സോളിഡ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. സക്സസ് നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച്, ഹാർഡ് വർക്കിനനുസരിച്ചുള്ള സക്സസ്സും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പേഴ്സ്, പേ അറ്റൻഷൻ ടു യുവർ ഫൈനാൻസസ്. കണ്ടില്ലേ, നിങ്ങളുടെ പേഴ്സൊന്ന് സൂക്ഷിച്ചോളണം കേട്ടോ. ഇവിടെ വളരെയധികം ശ്രദ്ധ വേണം. നിങ്ങളുടെ ഫിനാൻസ് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ. കണ്ടില്ല, ഇത്രയും മോശകരമായ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരാനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതെ, ഇവിടെ മോശകരമായ സാഹചര്യം നിങ്ങളുടെ ലൈഫിലുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വെളിയിലേക്ക് വരാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനുള്ള സമയമായി എന്ന്. ഗ്യാരണ്ടീഡ് സക്സസ് ആണ്. ഈ സക്സസ് സ്റ്റാറാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഈ സക്സസ്സിന് ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടീഡ് സക്സസ് ആണ്. കണ്ടില്ലേ, ഇവിടെ വെറുതെ പറയുകയല്ല. ഇവിടെ നല്ല ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. മൗണ്ടൻ റോഡാണ് അടുത്തത്. യു ആർ ഓൺ ദ റോഡ് ടു സക്സസ്. കണ്ടില്ലേ, നിങ്ങൾ വഴിയിലാണ്, സക്സസിൻ്റെ വഴിയിലാണ് നിങ്ങളിപ്പോൾ. ക്രമേണ നിങ്ങളിലേക്ക് അത് വന്നുകൊള്ളും. പൂർണ്ണമായും നിങ്ങളിലേക്ക് അത് വരാൻ പോകുന്നുണ്ട്. അത്തരമൊരു വഴിയിലാണ് നിങ്ങൾ, ആ ഒരു യാത്രയിലാണ്, സക്സസിൻ്റേതായ ഒരു യാത്രയിലാണ് നിങ്ങൾ എന്ന് കാണുന്നു. കരിയർ, ഇവിടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഒരു വിജയം, ഒരു സക്സസ് വരാൻ പോകുന്നുണ്ട്. ആർക്കെങ്കിലും ജോലി, ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ജോലി കാര്യങ്ങളിൽ ഉയർച്ച, കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച, പ്രമോഷൻ, ജോലി സ്ഥലം മാറ്റം ഒക്കെ ലഭിക്കാനുള്ള സാധ്യത ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മീയപരമായ ഉപദേശങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഏഞ്ചൽമാരുടെ പ്രൊട്ടക്ഷനും ലഭിക്കാൻ പോകുന്നു. ഉപദ്രവകരമായ ചില സാഹചര്യങ്ങളിൽ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഏഞ്ചലിനെ വിളിക്കുന്നുണ്ടോ, ആർക്കേഞ്ചൽമാരെ വിളിക്കുന്നുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഒരു മോശകരമായ സാഹചര്യത്തിൽ നിന്നും, അങ്ങനെയാണെങ്കിൽ അവർ വന്ന് നിങ്ങളെ രക്ഷിക്കുന്നുണ്ട്. അവരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നു. ക്ലൗഡ്സ് ആണ് ടെമ്പററി പ്രോബ്ലംസ്. അതെ, ഇവിടെ പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ എന്താണ്, അത് ടെമ്പററി ആണ്, അത് മാറിക്കൊള്ളും, അല്ലാതെ അത് നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. ഏത് പ്രോബ്ലംസ് ഉണ്ടായാലും പ്രശ്നങ്ങളില്ലാത്ത ലൈഫില്ലല്ലോ. അപ്പോൾ എത്തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ശരി, നിങ്ങൾ വിചാരിക്കണം, ഇത് കടന്നു പോകും. തീർച്ചയായിട്ടും ഇത് കടന്നു പോകും. 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കണ്ടില്ലേ, അത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും. പ്രോബ്ലംസ് വരും, അത് ടെമ്പററി മാത്രമാണ്, താൽക്കാലികം മാത്രമാണ്. അതിനെ പെർമനൻ്റാക്കി മാറ്റരുത്, കേട്ടല്ലോ. അപ്പോൾ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് നിങ്ങൾ തന്നെ വലിയ വലിയ കൊട്ടാരം അങ്ങ് സൃഷ്ടിക്കും. എന്തിനാണ്? നിങ്ങളാണ് അതിന് ഉത്തരവാദി. അതിനെ പ്രശ്നങ്ങൾ വന്ന് വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ വിചാരിച്ചാൽ മതി, ഇത് നിസ്സാരം എന്ന് ചിന്തിച്ചാൽ മതി, അപ്പോൾ അത് നിസ്സാരമാകും. ഇതിനെ ഒന്ന് വലുതാക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് വലിയ പ്രശ്നമാകും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ എപ്പോഴും താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കണം. കടന്നു പോകും, എല്ലാം കടന്നു പോകും, എല്ലാ പ്രശ്നങ്ങളും കടന്നു പോകും. നല്ലൊരു സക്സസ് വരും നിങ്ങൾക്ക്. ഏറ്റവും വലിയ വിജയം വരുന്നത് എവിടെയാണ്? ഏറ്റവും വലിയ പരാജയം വന്ന ആൾക്കാർക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം, കേട്ടോ. ഇവിടെ ആർക്കൊക്കെയോ മാര്യേജ് നടക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. വിവാഹം ആരുടെയോ അടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൺ, ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ്. കണ്ടില്ലേ, വളരെയധികം ശക്തിയുള്ള ഒരു ലൈഫ്. ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകാശം നിറഞ്ഞ ഒരു ജീവിതം.
പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു ജീവിതത്തിലേക്ക് പോകുന്ന എനർജിയാണ്. സന്തോഷവും പ്രതീക്ഷകളും എല്ലാം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. സണ്ണാണ് വന്നിരിക്കുന്നത്. സണ്ണിനെ പോലെ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ വളരെയധികം പ്രകാശമയമാകുന്നു. നിങ്ങളുടെ ലൈഫ് സന്തോഷഭരിതമാകുന്നു, പ്രകാശമയമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതല്ലേ, സെക്കൻഡ് പൈലാണ്. ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഹെർട്ട് ആൻഡ് യു വിൽ ഫീൽ മൈ ലവ് ഫോർ യു ഈസ് ആസ് ഡീപ്പ് ആസ് ദ ഓഷ്യൻ. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് പേര് ലവിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന അവസ്ഥ കണ്ടില്ലേ. നീ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കൂ, അപ്പോൾ നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലാകും. നീ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കൂ, നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലാകും. അത് ആഴമേറിയ സമുദ്രം പോലെയാണ് എൻ്റെ സ്നേഹം. നിന്നോടുള്ള എൻ്റെ സ്നേഹം ആഴമേറിയ സമുദ്രം പോലെയാണ് എന്ന് മനസ്സിലാക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് പേർ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോവുക, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എപ്പോഴും നന്മ മാത്രം വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.